UDF കുതിപ്പിൽ കടപുഴകിയത് 13 മന്ത്രിമാർ. വ്യവസായ മന്ത്രി പി രാജീവും എക്സൈസ് മന്ത്രി എം ബി രാജേഷുമാണ് തോറ്റ പ്രമുഖ മന്ത്രിമാർ. സുരക്ഷിതമെന്ന് കരുതിയ പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണനും തോറ്റു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ സിറ്റിംഗ് മണ്ഡലത്തിലും പാർട്ടി പരാജയത്തിന്റെ കൈപ്പെറിഞ്ഞു. ധർമ്മടത്ത് ഏറെ വിയർപ്പൊഴുക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണ 1,00,000 ഭൂരിപക്ഷമുണ്ടായിരുന്ന പിണറായി വിജയൻ ഇക്കുറി കടന്നുകൂടിയത് കഷ്ടിച്ച്. ഭൂരിപക്ഷം 20,000-ൽ താഴെ മാത്രം. ആദ്യ 5 റൗണ്ടിലും VP അബ്ദുൾ റഷീദിന് പിന്നിലായി പിണറായി. മന്ത്രിമാരിൽ 13 പേർ പരാജയപ്പെട്ടത് LDF-നും വലിയ നാണക്കേടായി. 11 CPI മന്ത്രിമാരിൽ പി രാജീവ്, എം ബി രാജേഷ്, വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു, വി ശിവൻകുട്ടി, OR കേളു, VN വാസവൻ എന്നീ 7 പേർ തോൽവിയറിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പുറമെ PA മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, KN ബാലഗോപാൽ എന്നിവർ മാത്രമാണ് ജയിച്ചത്. CPIയുടെ 4 മന്ത്രിമാരിൽ ജെ ചിഞ്ചുറാണി തോറ്റു. P പ്രസാദ്, K രാജൻ, GR അനിൽ എന്നിവർ ജയിച്ചു. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, എലത്തൂരിൽ AK ശശീന്ദ്രൻ, തിരൂരിൽ V അബ്ദുറഹിമാൻ എന്നിവരും പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിക്കാതിരുന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ സിറ്റിംഗ് മണ്ഡലമായ ചിറ്റൂരും LDF-ന് കൈവിട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, മുൻ മന്ത്രി KK ശൈലജ എന്നിവരും തോറ്റു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സിറ്റിംഗ് മണ്ഡലമായ തളിപ്പറമ്പിൽ ഭാര്യയും CPIM നേതാവുമായ PK ശ്യാമള തോറ്റത് CPIM-ന് ഇരട്ടി ആഘാതമായി. തിളക്കമേറിയ ജയത്തിനിടയിലും മണലൂരിൽ TN പ്രതാപൻ തോൽവിയറിഞ്ഞു. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ എന്നിവർ BJP-യിൽ തോറ്റ പ്രമുഖരാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.